കർണാടക സംസ്ഥാനത്തിലെ ഉടുപ്പി ജില്ലയിൽ കൊല്ലൂർ എന്ന സ്ഥലത്ത് സൗവർണിക നദിയുടെ തെക്കേ തീരത്ത് സ്ഥിതി ചെയ്യുന്ന പ്രസിദ്ധമായ ക്ഷേത്രമാണ് കൊല്ലൂർ മൂകാംബിക ക്ഷേത്രം. കുടജാദ്രി മലകളുടെ താഴ്വരയിലാണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. ആദിപരാശക്തി, മഹാകാളി, മഹാലക്ഷ്മി, മഹാസരസ്വതി എന്നീ 3 ഭാവങ്ങളുടെ ഐക്യരൂപിണിയായി മൂകാംബിക എന്ന പേരിൽ ഇവിടെ ആരാധിക്കപ്പെടുന്നു. ശ്രീചക്രപീഠത്തിൽ ഭഗവതിയോടൊപ്പം ത്രിമൂർത്തി സാന്നിധ്യം ഉൾക്കൊള്ളുന്ന ശിവലിംഗം കൂടെയുള്ളതിനാൽ ശിവശക്തി ത്രിമൂർത്തി ഐക്യരൂപത്തിലാണ് പ്രതിഷ്ഠ. മലയാളികൾക്ക് ഏറ്റവും പ്രിയപ്പെട്ട ക്ഷേത്രങ്ങളിൽ ഒന്നാണ് മൂകാംബിക ക്ഷേത്രം. ഭഗവതി സാന്നിധ്യം കൊണ്ട് 108 ദുർഗാലയങ്ങളിലും ശിവസാന്നിധ്യം കൊണ്ട് 108 ശിവാലയങ്ങളിലും ഉൾപ്പെടുന്ന ക്ഷേത്രമാണിത്. ഇങ്ങനെ ത്രിമൂർത്തികൾ ഉണ്ടാക്കിയതാണത്രേ ഇന്നു കാണുന്ന മൂകാംബിക സമേതനായ പ്രതിഷ്ഠ. പിന്നീട് ശ്രീ ശങ്കരാചാര്യർ ഇവിടെ എത്തി തപസ് ചെയ്ത് ഭഗവാനെ പ്രത്യക്ഷപ്പെടുത്തി അദ്ദേഹം കണ്ട രൂപത്തിൽ പ്രതിഷ്ഠിച്ചതാണ് ഇന്നു കാണുന്ന 4 കരങ്ങളോടു കൂടിയ ഭഗവതിയുടെ പ്രതിഷ്ഠ. അതിനു മുമ്പ് സ്വയംഭൂലിംഗം മാത്രമാണ് ഉണ്ടായിരുന്നത്. ഈ ക്ഷേത്രത്തെക്കുറിച്ച് പല ഐതിഹ്യങ്ങളും സങ്കല്പങ്ങളും ഉണ്ട്. കോലൻ എന്നുപേരുള്ള ഒരു സന്യാസി ദേവിയുടെ പ്രീതിക്കായി തപസ് ചെയ്തിരുന്നു. ഇതേ പ്രദേശത്ത് തന്നെ അമരത്വം നേടാനായി കംഹൻ എന്ന അസുരനും ശിവനെ തപസ് ചെയ്തിരുന്നു. തപസ്സിൽ സന്തുഷ്ടനായ ശിവൻ പ്രത്യക്ഷപ്പെട്ടപ്പോൾ കംഹൻ്റെ നാവിൽ പരാശക്തി കുടിയേറുകയും വരം ചോദിക്കാനാകാതെ അസുരനെ മൂകനാക്കുകയും ചെയ്തു. അങ്ങനെ കംഹാസുരൻ മൂകാസുരനായി. കോപിഷ്ഠനായ മൂകാസുരൻ കോലമഹർഷിയെയും ദേവന്മാരെയും സകല മനുഷ്യരെയും ഉപദ്രവിക്കാൻ തുടങ്ങി. ദേവന്മാരുടെയും മഹർഷിമാരുടെയും പ്രാർത്ഥന പ്രകാരം ദുർഗ, പരമേശ്വരി, ഭദ്രകാളി തുടങ്ങിയ ശക്തികളോടൊപ്പം പ്രത്യക്ഷപ്പെട്ട് മൂകാസുരനെ വധിച്ചു. ത്രിമൂർത്തികളുടെ അഭ്യർത്ഥന പ്രകാരം അവിടെ കുടികൊള്ളുകയും ചെയ്തു. ഇവിടെ പ്രതിഷ്ഠ സ്വയംഭൂവാണ്. ഇതിന് പുറകിലായിട്ടാണ് ആദിശങ്കരനാൽ പ്രതിഷ്ഠിക്കപ്പെട്ട ദേവി വിഗ്രഹം. ക്ഷേത്രത്തിൽ ഇന്ന് കാണുന്ന ആരാധനാ സമ്പ്രദായങ്ങളെല്ലാം ശ്രീ ശങ്കരാചാര്യർ ഉണ്ടാക്കിയതാണത്രേ. ശ്രീ ശങ്കരൻ പ്രതിഷ്ഠ നടത്തി എന്നതാണ് ഈ ക്ഷേത്രത്തിൻ്റെ പ്രധാന പ്രത്യേകത. പൂജയ്ക്ക് വേണ്ടതെല്ലാം ഒരുക്കി വെച്ചിട്ടാണ് മേൽശാന്തി രാത്രിയിൽ നട അടയ്ക്കുന്നത്. തുടർന്ന് ദേവന്മാരുടെ പൂജകൾ നടക്കുന്നതായി വിശ്വസിക്കപ്പെടുന്നു. രാവിലെ നട തുറക്കുമ്പോൾ വിഗ്രഹത്തിൽ അതിൻ്റെ ചില ലക്ഷണങ്ങളും കാണാമത്രേ. ഈ ക്ഷേത്രത്തിലെ കഷായ പ്രസാദം വളരെ വിശേഷപ്പെട്ടതാണ്. ഒരിക്കൽ രോഗബാധിതനായി കിടന്ന ശങ്കരാചാര്യർക്ക് വേണ്ടി ഭഗവതി കഷായവുമായി പ്രത്യക്ഷപ്പെട്ടു എന്നാണ് ഐതിഹ്യം. ഇതിൻ്റെ സ്മരണയ്ക്കായി ക്ഷേത്രത്തിൽ ഇന്നും കഷായ പ്രസാദം നൽകി വരുന്നു. ആദിശങ്കരൻ നിശ്ചയിച്ച പൂജാവിധികളാണ് ഇന്നും ക്ഷേത്രത്തിൽ പിന്തുടർന്നു വരുന്നത്. മൂകാംബിക സന്നിധിയിൽ എത്തണമെങ്കിൽ ഭഗവതി വിളിക്കണം എന്ന് വിശ്വസിക്കപ്പെടുന്നു. എത്ര മുന്നൊരുക്കങ്ങൾ നടത്തിയാലും ഭഗവതിയുടെ വിളി എത്തിയില്ലെങ്കിൽ കൊല്ലൂരിലേക്കുള്ള യാത്ര മുടങ്ങുമത്രേ. ഈ ക്ഷേത്രത്തിൽ എത്തുന്നതിനായി ട്രെയിൻ മാർഗമാണ് വരുന്നതെങ്കിൽ കൊല്ലൂരിലെ അടുത്ത സ്റ്റേഷനായ ബൈണ്ടൂരിൽ ഇറങ്ങിയാൽ മതിയാകും. അവിടെ നിന്നും നടപ്പു ദൂരം മാത്രമേ ഉള്ളൂ ബസ് സ്റ്റോപ്പിലേക്ക്. അവിടെ നിന്നും കൊല്ലൂരിലേക്ക് ധാരാളം ബസ്സുകൾ ഉണ്ട്. ബൈണ്ടൂരിൽ നിന്നും 27 കിലോമീറ്റർ മാറിയാണ് ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. മറ്റൊരു റെയിൽവേ സ്റ്റേഷനാണ് കുന്താപുര. അവിടെ നിന്നും 35 കിലോമീറ്റർ ദൂരമാണ് ഈ ക്ഷേത്രത്തിലേക്കുള്ളത്. അവിടെ നിന്നും കുന്താപുരയിൽ നിന്നും ധാരാളം ബസ്സുകൾ ഇവിടേക്ക് ഉണ്ട്. മറ്റൊരു മാർഗം എന്ന് പറയുന്നത് മംഗലാപുരത്ത് ഇറങ്ങിയിട്ട് അവിടെ നിന്നും കൊല്ലൂരിലേക്ക് വരിക എന്നുള്ളതാണ്. മംഗലാപുരത്ത് നിന്നും ധാരാളം ബസ്സുകൾ ക്ഷേത്രത്തിലേക്ക് ഉണ്ട്. ക്ഷേത്രത്തിന് പരിസരത്തായി ധാരാളം ഹോട്ടലുകൾ താമസത്തിനായി ഉണ്ട്. തിരക്കുള്ള സമയങ്ങളിൽ ഹോട്ടലുകൾ നേരത്തെ ബുക്ക് ചെയ്തിട്ട് വരുന്നതായിരിക്കും നല്ലത്. താരതമ്യേന അവധി ദിവസങ്ങളിലെല്ലാം തന്നെ നല്ല തിരക്കാണ് ക്ഷേത്രത്തിൽ. ഈ വീഡിയോ ഇഷ്ടമായാൽ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.